ബോക്സ് ഓഫീസിലെ വേറെ ലെവൽ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നസ്രിയ ബേസിൽ ജോസഫ് അഭിനയിച്ച സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 4-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും ബോക്സ് ഓഫീസിൽ തീ പടർത്തിയിരിക്കുകയാണ് സൂക്ഷ്മദർശിനി. ആ ഒരു കളക്ഷനും കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുന്നേ തന്നെ ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗർ പ്രകാരം ചിത്രത്തിന് ആദ്യത്തെ വീക്കെൻഡ് കളക്ഷനായിട്ട് ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷനായിട്ട് കേരളത്തിൽ നിന്നും 8 കോടി 3 ലക്ഷം രൂപ നേടാൻ വേണ്ടി സാധിച്ചു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷൻ 2 കോടിയാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 8 കോടി 43 ലക്ഷം രൂപ. അങ്ങനെ ടോട്ടൽ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടി 46 ലക്ഷം രൂപ. നമ്മൾ പ്രതീക്ഷിച്ചതിൽ മുകളിലുള്ള ഒരു കളക്ഷനിലേക്ക് എത്തപ്പെടാൻ ആദ്യത്തെ 3 ദിവസങ്ങൾ കൊണ്ട് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു. 4-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള ഒരു സ്റ്റഡി കളക്ഷൻ തന്നെയാണ് ചിത്രം കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത്. മികച്ച ട്രെൻഡിൽ നിന്നും ട്രാക്കേഴ്സ് വ്യക്തമാക്കുന്നത് ചിത്രം തിങ്കളാഴ്ചയായ 4-ാമത്തെ ദിവസം ഇന്ന് കേരളത്തിൽ നിന്നും 1.5 കോടിയോളം രൂപ നേടുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 9.5 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ. ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 21.5 കോടിക്കും 22 കോടിക്കും ഇടയിലാണ് നാം പ്രതീക്ഷിക്കുന്നത്. പുഷ്പ 2 തിയേറ്ററിൽ എത്തുന്നത് വരെ സൂക്ഷ്മദർശിനിക്ക് വലിയൊരു ക്ലാഷ് എതിരാളി ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ തന്നെ 50 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രം. വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ വരെ ചെന്നെത്തുന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിൻഡാസ്. ഓക്കെ, ബൈ.